തന്റെ വാക്ക് ധിക്കരിച്ച് രേവതി ബർത്ത്ഡേ ഫംഗ്ഷന് പോയ വിവരം ചന്ദ്രമതിയിൽ നിന്നും അറിയുന്നതോടെ സച്ചിക്ക് ദേഷ്യം വരികയും രേവതിയുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. പിന്നീട് രേവതിയുടെ വീട്ടിൽ ശരത്തിന്റെ ബർത്ത്ഡേ ആഘോഷം നടക്കുന്നു. ഇതിനിടയിൽ അവിടെ എത്തുന്ന സച്ചി, നിനക്ക് ഭർത്താവിനേക്കാൾ വലുത് നിന്റെ അനിയനാണെന്ന് എനിക്ക് മനസ്സിലായെന്നും എന്റെ വാക്ക് ധിക്കരിച്ച് നീ പോയില്ലേ എന്നും ചോദിച്ച് രേവതിയോട് പൊട്ടിത്തെറിക്കുകയും അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയും ചെയ്യുന്നു. അതോടെ രേവതിക്കും ലക്ഷ്മിയമ്മയ്ക്കും ദേവുവിനും സങ്കടമാകുന്നു. പിന്നീട് തിരികെ വീട്ടിലെത്തുന്ന രേവതി ബർത്ത്ഡേ ഫംഗ്ഷന്റെ വിവരം രവീന്ദ്രനോട് പറഞ്ഞെങ്കിലും സച്ചി വന്ന് പ്രശ്നമുണ്ടാക്കിയ വിവരം മറച്ചുവെക്കുന്നു. തുടർന്ന് സച്ചിനെ എരിവ് കയറ്റി നിന്റെ വീട്ടിലേക്ക് വിട്ടത് ഞാനാണെന്നും ഇനി നീ അധികകാലം ഈ വീട്ടിലുണ്ടാവില്ലെന്നും ചന്ദ്രമതി രേവതിയോട് പറയുന്നു. പിന്നീട് സച്ചി വീട്ടിൽ വന്നതോർത്ത് വിഷമിക്കുന്ന രേവതിയോട് വർഷ കാര്യം തിരക്കുമ്പോൾ നടന്നതെല്ലാം രേവതി വർഷയോട് പറയുന്നു. പിന്നീട് രാത്രി കുടിച്ച് ലക്കുകെട്ട് വീട്ടിലെത്തുന്ന സച്ചി രേവതിയോട് ദേഷ്യപ്പെടുകയും എനിക്ക് ആരുമില്ലെന്നും ഞാൻ വെറും മണ്ടനാണെന്നും പറഞ്ഞ് സങ്കടപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് രേവതി സച്ചിയോട് മാപ്പ് പറഞ്ഞെങ്കിലും രേവതി പറയുന്നതൊന്നും സച്ചി കേൾക്കേണ്ട എന്നും നിനക്ക് എന്നെക്കാൾ വലുത് നിന്റെ അനിയനും കുടുംബവുമാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ഇതെല്ലാം കേട്ട് രേവതി ആകെ സങ്കടപ്പെടുന്നു. ഇതേ സമയം അത് കേട്ട് അവിടെ എത്തുന്ന ചന്ദ്രമതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.